മഹിയും നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും മഹിയോട് എന്ത് സംസാരിക്കാനാണ് വിളിച്ചു വരുത്തിയെന്നും എനിക്കിപ്പോ അറിയണം. എന്റെ മനസ്സില് ദൈവങ്ങളുടെ സ്ഥാനത്താ സാറ്. അങ്ങനെയുള്ള സാറിനോട് ഞാൻ കള്ളം പറയില്ല. ഇവള് ഇങ്ങനൊരു കത്തെ എഴുതിയിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഇതെന്താ വേദാന്തമോ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? മാഡം, ഞാനിങ്ങനൊരു കത്ത്. മിണ്ടിപ്പോരുത് നീ, ഓടിച്ച് കരണം പൊളിക്കും ഞാൻ. ഇനി പറ, ഇവളെ പുണ്യവതിയും എന്നെ വിശ്വാസവഞ്ചകയുമായി കണ്ട എന്റെ ഭർത്താവിന് എന്താ പറയാനുള്ളത്? ഈ നാശം പിടിച്ചവള് കളിച്ച് കളിച്ച് എന്റെ കുടുംബത്തിൽ കയറി എന്റെ കുടുംബം തകർക്കാൻ നോക്കിയവളാ ഇവള്. പണവും സമ്പത്തുമുള്ള ആൺപിള്ളേരെ മയക്കാൻ നടക്കുന്ന ഇവളെ ഞാൻ ഇന്ന് നിർത്ത്, മതി. എങ്കിലൊരു തീരുമാനത്തിൽ എത്തും മുമ്പ് എനിക്ക് മഹിയോടൊന്ന് സംസാരിക്കണം. മഹിയോട് എന്ത് സംസാരിക്കാൻ? ഈ വൃത്തികെട്ട അടുക്കളക്കാരിയുടെ വാക്കും കേട്ട് അവളുടെ കൂടെ നിന്നോടാ നിർത്താൻ പറഞ്ഞത്. ഈ വീടിന്റെ ഗ്രഹനാഥൻ ഞാനാ. കുടുംബത്തിലൊരു വിഷയം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട ചുമതലയും എനിക്കാണ്. മഹി, എല്ലാവരും ചിന്നുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. കുറ്റപ്പെടുത്തലോ? അപ്പൊ ഈ ലെറ്ററോ? എല്ലാവരും ചിന്നുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ മഹി നിനക്കൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ ചിന്നുവിന്റെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കും. നിങ്ങൾക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് നീ കെട്ടാൻ പോന്ന ദക്ഷ വരെ വിശ്വസിക്കുമ്പോ നിന്റെ മൗനം മര്യാദയല്ല. ഇവരൊക്കെ പറയുന്നത് പോലെ നീയും ചിന്നുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കത്ത് ചിന്നു നിനക്ക് എഴുതിയതാണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ദേ, ഇതിപ്പോ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യണം. ഈ കത്ത് നിനക്ക് ചിന്നു തന്നതാണോ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ? അമ്മയുടെ കയ്യിരിക്കുന്ന കത്ത് നിനക്ക് ചിന്നു തന്നെയാണോന്ന്. വാ തുറന്ന് സംസാരിക്കും മഹി. മഹി, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഇത് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യണം. എന്താണ് സത്യം? അച്ഛാ, കത്തെഴുതിയത് ചിന്നു തന്നെയാ. അതില് തെറ്റായിട്ടൊന്നുമില്ല. ചിന്നൊന്ന് കാണുന്നു പറഞ്ഞു, ഞാൻ പോയി. അല്ലാതെ കള്ളം, ഇത് കള്ളമാണ്. ഇല്ല, ഞാൻ ആർക്കും കത്തെഴുതിയിട്ടില്ല. ഈ പറയുന്നതൊക്കെ പച്ച കള്ളവാ. എന്തിനാ മൈസാർ ഇങ്ങനെ കള്ളം പറയുന്നത്? ചിന്നു കൊള്ളാം.
ഇവൻ പറയുന്നു ഇവളാണ് കത്തെഴുതിയതെന്ന്. അവള് പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു കത്ത് കണ്ടിട്ടേയില്ലെന്ന്. നിന്നെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന എന്റെ മകൻ പറയുന്നു നീ തന്നെയാണ് ഈ കത്തെഴുതിയെന്ന്. അല്ലാതെ നിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മറ്റാരും പറയല്ല. നീ എന്താ നാടകം കളിക്കണോ? മാഡം, എന്നെ വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു കത്തും എഴുതിയിട്ടില്ല. പിന്നെ ഈ കത്ത് എവിടുന്ന് വന്നു? നീ അല്ലാതെ നിന്റെ പേരില് മറ്റാര് കത്തെഴുതാനാ? ഈ വീട്ടിൽ ഇത്തരം തരം താണ പ്രവൃത്തികൾ നീ മാത്രമേ ചെയ്യൂ. വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എന്റെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കിയ കൊല്ലുന്നില്ല ഞാൻ. രമേ, ചിന്നു, എന്തൊക്കെയാ ഇത്? മഹിയോട് എന്തു പറയാനാണ് നീ കത്ത് കൊടുത്ത് വിളിച്ചത്? അതിപ്പോ ഇവിടെ വെച്ച് നീ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നീ മോശക്കാരിയായിപ്പോ. എല്ലാരും നിങ്ങളെ തെറ്റിദ്ധരിക്കും. ചിന്നു, മഹിയോടുള്ള നിന്റെ സൗഹൃദവും അടുപ്പവും ഒന്നും ഒരു തെറ്റല്ല. നീ ഈ വീട്ടിലെ ജോലിക്കാരി മാത്രമല്ല, മഹിയുടെ വിദ്യാർത്ഥി കൂടിയാ. നിങ്ങൾ സംസാരിക്കുന്നതിന് ഇവിടെ ആരും വിലക്ക് കൽപ്പിച്ചിട്ടുമില്ല. ചിന്നു എന്തു പറയാനാ മഹിയെ കത്തുകൊടുത്ത് വിളിപ്പിച്ചത്? സർ, എന്നെ വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ കത്തോ നീ എഴുതാതെ സ്വയംഭൂവായിട്ട് വന്നോ? മതി മതി ചിന്നു, ഈ നിൽക്കുന്ന മഹി ദക്ഷയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന പയ്യനാണ്. ആ മഹി തന്നെ പറയുന്നു അവനെ നീ കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തിയതാണെന്ന്. അത് എന്തിനാണെന്ന് എനിക്ക് ദക്ഷയുടെ രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് മഹിക്ക് ജന്മം നൽകിയ ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. മഹിയും നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും മഹിയോട് എന്ത് സംസാരിക്കാനാണ് വിളിച്ചു വരുത്തിയെന്നും എനിക്കിപ്പോ അറിയണം. എന്റെ മനസ്സില് ദൈവങ്ങളുടെ സ്ഥാനത്താ സാറ്. അങ്ങനെയുള്ള സാറിനോട് ഞാൻ കള്ളം പറയില്ല.